ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആലപ്പുഴ ബീച്ചിലെ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം ഞാനും ഇന്ന് എൻ്റെ അനിയത്തിയും കൂടിയാണ് വന്നിരിക്കുന്നത്. ടൂ വീലറിനാണ്. അപ്പോൾ ചിലർക്ക് നോക്കുമ്പോൾ ഇവിടെ അടുത്തായിരിക്കുന്നു, പക്ഷേ അതല്ല. ഞങ്ങൾക്ക് ഏകദേശം ഒരു 35-36 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് അവിടെ നിന്ന് വരാൻ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ടൂ വീലറിന് വന്നു. അത്യാവശ്യം നല്ല ടയേർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ അപ്പോൾ ഇതിലേക്ക് അങ്ങ് കയറിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും മറന്നു വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കുറേ തിക്കും തിരക്കൊക്കെ വീഡിയോക്ക് വെച്ച് കഴിഞ്ഞാണ് അതിൻ്റെ അകത്തേക്ക് കയറിയത്. നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു 4 മണിക്ക് മുമ്പ് വരുവാണെങ്കിൽ നിങ്ങൾക്കിത് വലിയ തിരക്കില്ലാണ്ട് കയറാം. പക്ഷേ ഒരു 5 മണി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. നമ്മൾ പിന്നെ ഒരുപാട് നേരം കാത്തിന്ന് അല്ലേ കിട്ടുള്ളൂ. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. കയറിയപ്പോൾ തിരക്കില്ലായിരുന്നു. അന്നേരം അത്യാവശ്യം ഉള്ളിലേക്ക് ഇറങ്ങാനും ഒരുപാട് നേരം ക്യൂ നിന്നതിന് ശേഷമാണ് അകത്തേക്ക് കയറാൻ പറ്റിയത്. അപ്പോൾ അത് ആദ്യം ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ അതുപോലെ ഇവിടെ കുറേ മൃഗങ്ങളെയൊക്കെ ഇതൊക്കെ വെറുതെ ഒരു കാർട്ടൂൺ പോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാണാനൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ട്. എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കാണാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഇന്നത് ഈ സെക്ഷനും കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു വേറെ സെക്ഷനുണ്ട്. അങ്ങനെ 2-3 സെക്ഷൻ കഴിഞ്ഞിട്ടാണ് മീൻ്റെ സെക്ഷനിലേക്ക് പോകുന്നത്. അത്യാവശ്യം കാണാനൊക്കെ കൊള്ളാം. ആലപ്പുഴ ബീച്ചിൽ ഞങ്ങൾ മിക്കപ്പോഴും വരുന്നതാണ്. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം അവതാറിൻ്റെ സെക്ഷനാണ് കാണിച്ചത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോസ് നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കാണാത്തവരാരെങ്കിലും അതും കൂടി കണ്ടേക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഒരാൾക്ക് 120 രൂപയാണ് ചാർജ് ഉള്ളത്. പിന്നെ വർക്കിംഗ് ഡേക്ക് എനിക്ക് തോന്നുന്നത് ഒരു 2 മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്യണത്. അല്ലാതെ ഹോളിഡേക്കൊക്കെ എനിക്കൊന്ന് 11 മണി എന്ന് തോന്നുന്നു. എനിക്കറിയില്ല, കറക്റ്റ് അറിയില്ല കേട്ടോ. എന്നാലും 2 മണി ശേഷമാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും 3-3:45 അപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇതുപോലത്തെ കുറേ ഭംഗിയുള്ള ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. നല്ല കാണാനൊക്കെ അത്യാവശ്യം കൊള്ളാം. കാണാനൊക്കെ കുഴപ്പമില്ല എന്നിട്ട്. പക്ഷേ തിരക്ക് നമ്മൾ വൈകുന്നേരം രാത്രിയൊക്കെ വരാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കൂല. അങ്ങ് ഒരു വട്ടം വന്നാണ് ഞങ്ങൾക്കത് കയറാനും കാണാനും പറ്റിയില്ല. ഇതിൽ ഭയങ്കര തിരക്കാണ്. ഇതിൽ കയറാൻ വേണ്ടി ആൾക്കാർക്ക് ഒരുപാട് ക്യൂ നിന്നാണ് കയറുന്നത്. വേണമെന്ന് ഓരോ സെക്ഷനായിട്ട് അവർ കയറ്റി വിടുന്നുള്ളൂ. ആദ്യം പുറത്ത് കുറച്ച് സെക്ഷനകത്തേക്ക് കയറുക. അകത്തെ സെക്ഷൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ പിന്നെ അകത്തേക്ക് കയറ്റി വിടണം. അങ്ങനെ 2-3 സെക്ഷനായിട്ടാണ് കയറ്റി വിടുന്നത്. എന്ന് വെച്ചാൽ തിരക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ കയറ്റി വിടുന്നത്. അപ്പോൾ അകത്തും ഒരുപാട് സെക്യൂരിറ്റികളുണ്ട്. ഒരുപാട് നേരം നമ്മളവിടെയൊക്കെ നിൽക്കും, വരും, വേഗം പോകുന്നൊക്കെ പറഞ്ഞവർ ഇങ്ങനെ വിടുകയാണ് ചെയ്യുന്നത്. കാരണം തിരക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒരുപാട് പേരിങ്ങനെ വെയിലത്തൊക്കെ കാത്തു നിൽക്കുന്നുണ്ടല്ലോ പുറത്ത്. അപ്പോൾ അവർക്കും കൂടിയൊക്കെ കയറണ്ടേ. അതുകൊണ്ടാണ് അവരങ്ങനെ പറയണം കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഒരു പാമ്പ് കിടന്ന് കരയും പോലെയൊക്കെ തോന്നുന്നത്. ഇങ്ങോട്ടുള്ള സെഷൻ നോക്കിയാൽ എല്ലാ മൃഗങ്ങളും അതിൻ്റെ സൗണ്ടൊക്കെ കേൾപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഒരു വിധപ്പെട്ട എല്ലാ മൃഗങ്ങളെയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കരയണതും ചുണ്ടനക്കണതും ഒക്കെ നമുക്ക് കാണാം. അത്യാവശ്യം ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു മൃഗശാലയിൽ പോയിട്ട് നമുക്ക് കാണുന്ന അതേ ഫീലിംഗ് തന്നെ ഏകദേശം നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാർഡും ഒക്കെ അതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മൃഗങ്ങളൊക്കെ ആണെങ്കിലും മൃഗങ്ങൾ കരയുന്ന രീതി, കരയുന്ന അതേ സൗണ്ട് തന്നെ അവർ ചെയ്യാനും, അതുപോലെ ഒരു തലയൊക്കെ അനക്കണതും ഒക്കെ ഒരു കാണുമ്പോൾ നമുക്ക് ഡെമ്മിയാണെന്ന് തോന്നില്ല. അത്രക്ക് പെർഫെക്ഷൻ ഉണ്ട്. പെട്ടെന്ന് കാണാൻ നല്ല എല്ലാ രീതിയിലും നല്ല പെർഫെക്ഷനോടെ ചെയ്തേക്കണത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടോളൂ. അപ്പോൾ ഞാൻ ഇനി പിന്നെ വരാം.
അപ്പോൾ അതാ ഇതാണ് അക്വേറിയം. കുറേശ്ശെ ഇതിൻ്റെ അകത്ത് ഒരാൾ കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ 2 പേര് അങ്ങണ്ട് അക്വേറിയത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ ഒരു ഓക്സിജനൊക്കെ വെച്ച് സെറ്റാക്കി കിടക്കുക. അപ്പോൾ നമുക്ക് ഒരു സെൽഫി എടുക്കാനൊക്കെ ആകുമ്പോൾ അവർ അതുപോലെ പോസ് ചെയ്തൊക്കെ തന്നെയുണ്ട്. അതുപോലെ കുറേ നേരം തോന്നണം അവരിങ്ങനെ കിടക്കണം. പക്ഷെ എത്ര നേരം ഇതിൽ കിടക്കുമെന്ന് അറിയില്ല കേട്ടോ. ഫുള്ളായിട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ടാവുമെന്ന് അറിയില്ല. പിന്നെ ഈ ഒരു അക്വേറിയത്തിൽ ഒരാൾ അങ്ങനെ 2, 3 അക്വേറിയത്തിൽ ആളുണ്ട് കേട്ടോ. അതേ ഇതുപോലെ മീനിൻ്റെ കൂടെ തന്നെയാണ് ആൾ കിടക്കുന്നത്. കാണാനൊക്കെ അത്യാവശ്യം നമുക്ക് നല്ല ഭംഗിയൊക്കെ തോന്നും. ഇറുക്കി കിടക്കുന്നവർക്കല്ലേ ബുദ്ധിമുട്ട് അറിയുള്ളൂ അല്ലേ. അപ്പോൾ ഇതാ ഇങ്ങനെ നല്ല അത്യാവശ്യം കണ്ട ശരിക്കും ഒരു എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. ഇത് ഇവിടെയും ഒരാളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അയാൾ തല മേലിലേക്ക് ആക്കിയിട്ടാണ് നിൽക്കുന്നത്. എന്തോ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളത് കൊണ്ടായിരിക്കും അയാൾ അങ്ങനെ തല നിൽക്കണമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആലപ്പുഴയിൽ അത്യാവശ്യം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ അക്വേറിയം. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. എറണാകുളത്ത് ഉണ്ടായിരുന്നു, പല സ്ഥലങ്ങളിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഉള്ളിൽ ആളുള്ളത് എറണാകുളത്തില്ലായിരുന്നു കേട്ടോ. ഉള്ളിൽ ആളങ്ങനെ ഉണ്ടായിരുന്നില്ല. അവിടെ എന്ന് വെച്ചത് ഇതുപോലെ ഫിഷും കാര്യങ്ങളൊക്കെ അതുപോലെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഉള്ളിലൊന്നും ആളുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ അതുണ്ടായിരുന്നു. ഈ ഫിഷൊക്കെ കാണാൻ നല്ല തിരണ്ടിയാണോ എന്നറിയില്ല. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഫിഷാണ്. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതാ ഇവിടെയും ഒക്കെ നല്ല ഭംഗിയുള്ള കുറേ നല്ല മീനൊക്കെ ഉണ്ട്. സ്റ്റാർ ഫിഷ് കിടപ്പുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല നല്ല മീനൊക്കെ ഉണ്ട്. കാരണം ഈ മീനെ കണ്ടപ്പോൾ എന്തോ പ്രത്യേക തോന്നുന്നു. നല്ല ഭംഗി.
ഇത് കണ്ടേ ഇത് അക്വേറിയത്തിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തേക്കണതാണ്. പക്ഷെ നല്ലൊരു ഒറിജിനാലിറ്റി തോന്നിക്കുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് അവിടെയൊക്കെ കഴിഞ്ഞ് ഒരുപാട് സ്റ്റാളുണ്ട്, ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല നല്ല കുറേ കമ്മൽ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കുറേ കമ്മലുണ്ടായി, നല്ല രസം കാണാൻ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തെടുത്താണ്. പക്ഷെ വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ, ചുമ്മാ ഷൂട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അത്യാവശ്യം ഇവിടെയൊക്കെ ട്രേഡൊക്കെ ഉണ്ട് കളിക്കാനുള്ളതൊക്കെ. പക്ഷെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിള്ളേർക്ക് വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്ത് പോവാം, കടപ്പുറത്ത് പോവാം. അത്യാവശ്യം പാർക്കായി എല്ലാമായി നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ്. വെക്കേഷൻ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ അത്യാവശ്യം സംഭവങ്ങളെല്ലാം തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി പോകാൻ പോവാണ്, ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞങ്ങൾ ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞ് 6:30 അപ്പോൾ ഞാനും അൻസിയും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഞാനും അനിയത്തിയും കൂടി സ്കൂട്ടറിന് പോവാണ്. ഇരുട്ടായി അത്യാവശ്യം. അങ്ങ് വീട്ടിലെത്തിയപ്പോൾ 7:30 മണിയാട്ടോ. അതാ ഇനി ടാറ്റാ, ഇതാ ഞങ്ങൾ പോവാണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.